ആഗോളതലത്തിലുണ്ടായ ഭീഷണിയിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. സാധാരണക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ പ്രയത്നമെന്നും മോദി പറഞ്ഞു. YS അഭിനന്ദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. YS അഭിനന്ദ്, കേന്ദ്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയൊന്നുമില്ല, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വീണ്ടും ആവർത്തിക്കുന്നതും അത് തന്നെയാണ്. ശ്രുതി, നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം. സാധാരണ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സാധാരണക്കാരെ സംരക്ഷിക്കാനുള്ള പ്രയത്നമാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോളതലത്തിൽ വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചത്. അതിന്റെ ഭീഷണി യഥാർത്ഥത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ LPG പ്രതിസന്ധിയായും ഇന്ധന പ്രതിസന്ധിയായും നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അത് പരിഹരിക്കുവാനായിട്ടൊരു ഇടപെടൽ അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി നടക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാതെ ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ നേരിടാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. രാജ്യസഭയിലും ലോക്സഭയിലും നടത്തിയ പ്രസംഗത്തിലും സർവകക്ഷി യോഗത്തിനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിമാരുമായി യോഗത്തിന് ശേഷം ഒക്കെ നടത്തിയ പരാമർശങ്ങളിലും ഒക്കെ നരേന്ദ്രമോദി അത് തന്നെയാണ് വ്യക്തമാക്കിയത്. ടീം ഇന്ത്യയായി തന്നെ ഈ പ്രതിസന്ധി നേരിടും. കോവിഡ് കാലം നമുക്കറിയാം. കോവിഡ് കാലം യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത്. അന്ന് ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോയതും അതിനെ വിജയകരമായി നേരിടാനും സാധിച്ചു. അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം മൂലമുണ്ടായ പ്രത്യാഘാതങ്ങൾ അത് നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്നും കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സാധാരണക്കാരെ സംരക്ഷിക്കുവാനായിട്ടുള്ള പദ്ധതികളടക്കം രൂപീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടന്ന പൊതുപരിപാടിയിൽ വ്യക്തമാക്കുകയാണ്. ഇന്ന് 2 കപ്പലുകൾ കൂടി ഹോർമോസ് കടലിലേക്ക് കടക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ കപ്പലുകൾ ഹോർമോസ് കടലിലേക്ക് കടന്ന് ഇന്ത്യയിലെത്തുന്നതോടുകൂടി ഇന്ധന പ്രതിസന്ധിക്കും പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ കേന്ദ്ര സർക്കാരിനുള്ളത്. ശ്രുതി, YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകി.